നമസ്കാരം. എല്ലാവരും സ്കൂൾ തുറക്കണ തിരക്കിലായിരിക്കും അല്ലേ? ഇപ്പൊ കാലവർഷമൊക്കെ എത്തി. പണ്ടത്തെ കാലത്തെ പോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോഴത്തേനും മഴയൊക്കെ നനഞ്ഞു കുതിർന്ന് പിള്ളേർ സ്കൂളിൽ പോകേണ്ട സമയമായി. ജൂൺ മാസം തുടങ്ങാൻ പോവാ. അപ്പോഴത്തേനും അമ്മമാരൊക്കെ പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും. എന്നൊക്കെ ചെയ്യേണ്ടതെന്നൊരു വെപ്രാളമായിരിക്കും. സാധാരണ നമ്മൾ ശബരിമലയ്ക്കോ അല്ലെങ്കിൽ നോമ്പെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളൊരു ഒരുക്കങ്ങൾ തുടങ്ങും അല്ലേ? ഇത് അതുപോലെ നമ്മൾ 10 മാസത്തിനുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഇനിയാണ് യുദ്ധം വീട്ടിൽ കിടന്ന്. എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ. സ്കൂൾ തുടങ്ങുമ്പോൾ ഒരു വെപ്രാളമാണോ എന്നു പറയണത്, ശരിക്കും ഒരു വട്ട് പിടിക്കുന്ന അവസ്ഥയാണ്. ഉളമ്പാർക്ക് പോകില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിയും. അതുപോലെ ഒരു തിരക്കാണ്. രാവിലെ എണീറ്റു മക്കളെ വിളിക്കണ തിരക്ക്. അവരാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ല, എണീക്കില്ല. ഇത്രയും ദിവസം അവധി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു. തല്ലിക്കൂട്ടി നമ്മൾ അവരെ എണീപ്പിക്കുന്നു, അടുക്കളയിലേക്ക് ഓടുന്നു, അവിടെ കിടന്ന് പണി, അവിടെ കിടന്ന് ഒരു യുദ്ധം തന്നെയായിരിക്കും. എല്ലാ വീട്ടിലും ഇതായിട്ടോ അവസ്ഥ. എല്ലാ വീട്ടിലും അതെ, ഒരു വീട്ടിലും ഇല്ല. അപ്പം അതൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചില പൊടിക്കൈകളൊന്ന് ചുമ്മാ നോക്കാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ യൂണിഫോമൊക്കെ എടുത്ത് തലേ ദിവസം നമ്മൾ തേച്ച് ഒന്ന് വെക്കുക. പിന്നെ നമ്മൾ ഇച്ചിരി തേങ്ങയൊക്കെ ചിരണ്ടി, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇച്ചിരി തേങ്ങയൊക്കെ ചിരണ്ടി വറുത്ത് ഒരു ടിഫിൻ ബോക്സ് അല്ല, ഒരു സിപ്പൊക്കെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരെണ്ണത്തിനകത്ത് അടച്ച് വെക്കുക. ഒരു 3-4 ദിവസത്തേനുള്ളത് അടച്ചു വെക്കുക. ഇപ്പോൾ പിള്ളേർക്ക് 7 ദിവസവും ക്ലാസ് ഉണ്ട്. 2 ദിവസം ശനിയും ഞായറും ട്യൂഷനും കൂടെയായി. അപ്പം അന്നും പിള്ളേർ പോകും. അപ്പോൾ എന്നും അമ്മമാർക്കൊക്കെ തിരക്കാം, എന്നും തിരക്കാം. അല്ലാണ്ട് ഒരു ദിവസം പോലും അവർക്ക് റെസ്റ്റ് ഇല്ലാത്ത അവസരം ഇനി വരുന്നത് പിള്ളേർ സ്കൂളിൽ പോകുന്നവർക്ക്. പിന്നെ അതങ്ങനെ എടുത്തു വെക്കുക. പിന്നെ ഇച്ചിരി സവോളയൊക്കെ ഉണ്ടല്ലോ, സവോളയൊക്കെ വഴറ്റി അതും എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ സിപ്പ് ലോക്കുള്ള ഏതെങ്കിലും ഇതിനകത്തോ ഇട്ട് അതും അങ്ങനെ വെക്കുക. ഒരുമാതിരി നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല ചെറിയ ഉപ്പൊക്കെ ഇട്ട്. അപ്പോൾ കറിക്ക് ഉപ്പ് കുറച്ച് ചേർക്കാവുള്ളൂ കേട്ടോ. അതേപോലെ കൊണ്ടാട്ടം അല്ലെങ്കിൽ മെഴുക്കുവരട്ടി എന്ന് പറയുന്ന സാധനം, അതാണേലും പയറൊക്കെ നല്ല ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ വിനാഗിരി വെള്ളത്തിലോ ഒക്കെ ഇട്ട് നന്നായിട്ട് മേടിച്ചുകൊണ്ട് വന്നതേ എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുണിയിൽ വിരിച്ചിട്ട് ഉണക്കി അത് കട്ട് ചെയ്ത് അതും ഒരു പാത്രത്തിലാക്കി അടച്ച് വെക്കുക. അപ്പോൾ രാവിലെ എടുത്തൊന്ന് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. പിന്നെയുള്ള തേങ്ങയൊക്കെ ചിരകുക എന്നറിയില്ല, അതങ്ങനെയൊക്കെ കുറച്ച് അതും എടുത്തു വെച്ച് വല്ല ചമ്മന്തി ഉണ്ടാക്കാനോ അങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെയൊക്കെ എടുത്തു വയ്ക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ. അതിനകത്ത് സാമ്പാറിൻ്റെ കഷ്ണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കിഴങ്ങും കായും നമ്മൾ ചേർക്കുമ്പോൾ അത് കറുത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സാമ്പാറിൻ്റെ കഷ്ണത്തിനകത്തേക്ക് മൊത്തം ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടിയിട്ട് അതും ഇങ്ങനെ ഒരു സിപ്പ് ലോക്ക് ഉള്ളതിനകത്തോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്തോ ഇട്ട് അടച്ചിട്ട് അതും എടുത്തു വെക്കുക. തോരനുള്ളതൊക്കെ അരിഞ്ഞ് ഒരു 2-3 ദിവസത്തിനുള്ള ഇച്ചിരി ഉപ്പും മഞ്ഞളും പുരട്ടി വെക്കണേ. എന്ത് വെക്കുമ്പോഴും ഒരു ശകല ഉപ്പും വേണം. അപ്പം കറി വെക്കുമ്പം അത് കുറച്ചേ നിങ്ങൾ ചേർക്കാവുള്ളൂ. അത് അങ്ങനെ വെക്കുക. പിന്നെ അവിയലിനുള്ള കഷ്ണമാണെങ്കിൽ അതങ്ങനെ വെക്കുക. മീനാണെങ്കിൽ കഴുകി നുറുക്കി മസാലയെല്ലാം പുരട്ടിയിട്ട് അതൊരാഴ്ചത്തേക്കുള്ള വെക്കുക. ചിക്കനോ വല്ല ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ബീഫൊക്കെ ആണെങ്കിൽ അത് നല്ല കഷ്ണങ്ങളാക്കി നന്നായിട്ട് ഒരുമാതിരി നല്ല നന്നായിട്ട് തോർത്തി വെള്ളാംശമൊക്കെ കളഞ്ഞിട്ട് അതും ഓരോ കണ്ടെയ്നറായിട്ട് ഒരു 3-4 എണ്ണത്തിനകത്താക്കി ഒരാഴ്ചത്തേക്കുള്ള വെക്കുക. എല്ലാം കൂടെ ഒരെണ്ണത്തിനകത്ത് വെക്കരുത്, ഒരു 4 എണ്ണത്തിനകത്ത്. ഒരു ദിവസം ഒരു കുഞ്ഞി ബോക്സിലെടുക്കുക, പിറ്റേ ദിവസം അടുത്ത ബോക്സിൽ, അങ്ങനെ 3-4 ഇതിനകത്താക്കി വെക്കുക. പിന്നെ എന്നതാ, പിന്നെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാർ, അല്ലാണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാറല്ല, നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറാണെങ്കിൽ അച്ചാറൊക്കെ എടുത്ത് അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരിച്ചേ കൊടുക്കാം. പിന്നെ പുലാവോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കുമോ, ടൊമാറ്റോ റൈസ് പോലെ ഉണ്ടാക്കുമോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഇച്ചിരി വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക. ബിരിയാണി അരിയൊക്കെ ചേർത്ത്. അപ്പോൾ എളുപ്പം പണി തീരും കേട്ടോ. പിന്നെ ഒരാഴ്ചത്തേക്കുള്ള അരി അരച്ച് വെക്കുക, ദോശയ്ക്കുള്ളത്. അത് ഒരാഴ്ച, ഇന്ന് ദോശയാണെങ്കിൽ നാളെ ഇഡലി, നാളത്തെ ചപ്പാത്തിക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 10 എണ്ണത്തിനോ അല്ലെങ്കിൽ എത്ര മക്കളുണ്ട് രാവിലെ അവർക്ക് എത്ര പേർക്കുണ്ടെന്ന് വെച്ചാൽ അതേ അളവിലേ ഉണ്ടാക്കാവുള്ളൂ. എന്നിട്ട് അത് നമ്മൾ കുഞ്ഞുരുളിയായിട്ട് പരത്തി പതുക്കെ ഒന്ന് വാട്ടിയിട്ടെടുത്ത് ഫ്രിഡ്ജ് വെക്കണം. നന്നായിട്ടൊന്ന് വേവിച്ച ശേഷം 2 വശം ഇട്ട് വേവിച്ച ശേഷം എടുത്തു വെച്ചാൽ ചീത്തയായി പോകത്തില്ല. അങ്ങനെ എടുത്ത് വെക്കുക. പിന്നെ പൂരി ഉണ്ടാക്കി വെക്കാൻ പറ്റും. പിന്നെ
പുട്ടുണ്ടാക്കുമ്പം ഇച്ചിരി ഏലക്കയൊക്കെ ഇട്ടിട്ടൊക്കെ പുട്ടുണ്ടാക്കുവാണെങ്കിൽ പുട്ടിന് നല്ല മണം ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏലക്ക വെള്ളത്തിലിട്ടിട്ട് പുട്ടുണ്ടാക്കും. അതേപോലെ ഇച്ചിരി പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് പുട്ടുപൊടിയൊക്കെ കുഴയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, തേങ്ങ ഒക്കെ കൂടിയിട്ട്. പിന്നെ പുട്ട് പിള്ളേർ കഴിക്കാണ്ട് മടി പറയുകയാണെങ്കിൽ ഈ മുട്ടയൊക്കെ ചിക്കി പൊരിച്ച് തേങ്ങയുടെ കൂടെ ഇട്ടിട്ട്, പുട്ടിനിടയ്ക്ക് തേങ്ങ ഇടില്ലേ, അതിൻ്റെ കൂടെ ഇച്ചിരി മുട്ടയൊക്കെ ചേർത്ത് ഇടുക. അല്ലെങ്കിൽ അവിടെയൊക്കെ ഇച്ചിരി ചിക്കനൊക്കെ ചേർത്ത് വയ്ക്കുക. അങ്ങനെയൊക്കെ ഇച്ചിരി വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കളിത് കഴിച്ചോളും. അങ്ങനെയൊക്കെ എന്തെങ്കിലും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അങ്ങ് ചേർത്ത് ഒക്കെ കൊടുക്കുമ്പം അതും കൂടെ ഉള്ളിൽ ചെന്നോളും മക്കൾ. പുട്ടിനകത്തൊക്കെ ഇട്ട് പല സൈസ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പൂരി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. രാവിലെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. തലേ ദിവസം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ അപ്പം നമ്മൾ എന്നാണെന്നറിയാമോ, ചില ദിവസം നമ്മൾ താമസിച്ചു എണീക്കാനൊക്കെ, അപ്പം പിന്നെ നമുക്ക് ഭയങ്കര ഒരു വെപ്രാളം എന്നാ ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മൾ ഓടി പിടിച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതേപോലെ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ പിള്ളേർക്ക് കൊടുക്കാൻ. പിന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ കൊടുത്താൽ പിള്ളേർക്ക് നമുക്ക് എളുപ്പം പണിയും തീരും, പിള്ളേർക്കും ഇഷ്ടമാവുന്ന ഫുഡുകളും ആകും. ഈ ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. എളുപ്പമാണേ ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കാൻ. അതൊക്കെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക. ബിരിയാണി പോലെയൊക്കെ ഉണ്ടാക്കിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക. ഇച്ചിരി ചിക്കനൊക്കെ എടുത്തു വെച്ചിട്ട് ഇച്ചിരി സവോളയും ഒക്കെ നമ്മൾ വഴറ്റിയൊക്കെ വെച്ചിട്ടില്ലേ, അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അരി വേവിക്കണ പാടേ നമുക്ക് വരുന്നുള്ളൂ ഇല്ലേ. അങ്ങനെയൊക്കെ അങ്ങ് ഉണ്ടാക്കുക. പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ ഷൂവും സോക്സും ഒക്കെ കഴുകി തുടച്ച്, ഭയങ്കര മണമായിരിക്കും മഴയത്ത് ഇങ്ങനെ ഈ ഇട്ടുകൊണ്ട് നടന്നുകൊണ്ടേ, അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. ഇച്ചിരി ഡെറ്റോളൊക്കെ ഒഴിച്ച് സോക്സൊക്കെ കഴുകുക. അതേപോലെ വന്നതെ കുളിക്കാനൊക്കെ നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക. സ്കൂൾ വിട്ട് വന്ന് പറഞ്ഞാൽ കുളിക്കാനൊക്കെ പറഞ്ഞ് ശീലിപ്പിക്കുക. പിന്നെ എന്നാ അങ്ങനെയുള്ള ഒരു ദിനചര്യയൊക്കെ ഉണ്ടാക്കി നോക്കിക്കേ. നല്ല ഇതായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ പഠനകാലം അങ്ങ് കഴിഞ്ഞു പോയിക്കോളും, ഈ ഒരു വർഷം. പിന്നെ എന്നാ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഒന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഓടിപ്പിടിച്ച് മടുത്ത് ഭയങ്കര ടെൻഷൻ അടിച്ച് സ്കൂൾ തുറക്കുമ്പോഴത്തേനും അമ്മമാർക്കെല്ലാം വെപ്രാളമായിരിക്കും. അപ്പോൾ ആ വെപ്രാളം കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പച്ചക്കറികളും ഇങ്ങനെയൊക്കെ അരിഞ്ഞ് പെറുക്കി തേങ്ങയൊക്കെ ചിരണ്ടിയും അതൊക്കെ വറുത്തുമൊക്കെ വെച്ചും ഇച്ചിരി ചിക്കനോ മീനും ഒക്കെ മേടിച്ചൊക്കെ വെച്ച് ഒക്കെ ബീഫോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ വേവിച്ച് നന്നായിട്ട് തോർത്തിട്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിച്ചിട്ട് വെക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് പല പാത്രത്തിലായിട്ട് ഇങ്ങനെ വെക്കുക. അതിൽ നിന്ന് ഓരോന്ന് ഇച്ചിരി ശകലിച്ചെടുത്ത് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു നോക്കിക്കേ. നന്നായിട്ട് ഈ വർഷം അങ്ങ് കടന്നു പൊക്കോളും. പിന്നെയുള്ള സമയം നമുക്ക് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വൈകുന്നേരം പഠിപ്പിക്കേണ്ടതെന്നൊക്കെ ആലോചിച്ച് ആ രീതിയിലൊക്കെ മക്കളെ പഠിപ്പിക്കുക. അപ്പം അന്നൊന്ന് പഠിക്കാൻ മക്കളോട് പറയുക. അവരിരുന്ന് പഠിക്കാനൊരു സെറ്റപ്പൊക്കെ ആക്കി കൊടുക്കുക. ഒരു മേശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ഇരുന്ന് ഇടയ്ക്കൊന്ന് വാച്ച് ചെയ്താൽ മതി. മക്കളെ തന്നെ പഠിപ്പിക്കണം നല്ലതാണ്. തന്നെ ഇരുന്ന് പഠിക്കാനൊക്കെ ശീലിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കണം അവരെന്താ എടുക്കണം, പഠിക്കുകയാണോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ എന്നാന്ന് പറയണേ, അപ്പോൾ പിന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ, നമ്മുടെ ബുദ്ധിമുട്ടുള്ള പണികളെല്ലാം തീർന്നു. യൂണിഫോം 2-3 എണ്ണം ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ച് മടക്കി അങ്ങ് വെച്ചിരുന്ന രാവിലെ എടുത്ത് ആ ടൈയ് ബെൽറ്റ് എന്നൊക്കെ സോക്സ് ഷൂ എല്ലാം അടുക്കി അങ്ങ് വെച്ചിരുന്ന അവർ രാവിലെ അത് എടുത്തിട്ടോളും. അങ്ങനെ ഒരു ശീലമൊക്കെ ആക്കി വെക്കുക. അപ്പോൾ അമ്മമാരുടെ പണിയൊക്കെ ഒത്തിരി കുറയും. അല്ലെങ്കിൽ അമ്മമാർ ഓടിയിട്ട് അവർക്ക് വട്ട് പിടിക്കും. രാവിലെ എണീറ്റ് എൻ്റെ മോനൊക്കെ 7 മണിക്ക് സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പം അതനുസരിച്ച് ഞാൻ രാവിലെ 4 മണിയാകുമ്പോൾ എണീറ്റ് എൻ്റെ പണിയെല്ലാം തീർത്ത്, 2 പേർക്കും ചേട്ടന് ജോലിക്ക് പോകണ്ടായിരുന്നു, എക്സൈസിൽ ആയിരുന്നു ജോലി. അപ്പം 2 പേർക്കും ചോറ് കൊണ്ടുപോകേണ്ട സമയമായതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് ഞാൻ പണി തീർക്കുമായിരുന്നു. അതെനിക്കൊരു ശീലമാണ്. അപ്പം ഞാൻ അത് നിർത്തിയിട്ടേ ഇല്ല. ഞാൻ അവർ പഠിത്തം കഴിഞ്ഞിട്ട് പോലും ഞാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ആ ശീലം. അപ്പം അങ്ങനെയൊക്കെ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയുണ്ടല്ലോ, ഒത്തിരി സമയം മിച്ചമാണ്. നമ്മൾ ഈ പണ്ടത്തെ പോലത്തെ അമ്മമാരൊന്നുമല്ല. പിന്നെ ഇപ്പോൾ എല്ലാം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെ കടയിൽ നിന്ന് എളുപ്പം എന്നാ പറയുക, അടുത്ത കടയിൽ പോയി സാധനം മേടിച്ച് കൊടുത്ത് സ്കൂളിലൊക്കെ വിടാൻ പറ്റും. പക്ഷെ അങ്ങനെ മേടിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾക്കും കൊള്ളില്ലാന്നേ, വയറിനൊന്നും ഒരു സുഖമില്ലാണ്ടായി പോകും. അപ്പോൾ അതിലും ഭേദം നമ്മൾ പരമാവധി ഉണ്ടാക്കാവുന്ന സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഒരു മുട്ടയും അച്ചാറും ഒരു ചമ്മന്തിയും എന്തെങ്കിലും ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമായി. പിന്നെ ചാറ് കറി വേണമെങ്കിൽ ഒരു മോരുകറിയൊക്കെ ഉണ്ടാക്കി 2-3 ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല. മോര് കറി കാച്ചി വെച്ചിരുന്നിട്ടുണ്ട് 2 ദിവസമൊക്കെ 3 ദിവസമൊക്കെ അത് അങ്ങനെ ഓടിപ്പോക്കോളും. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ പണി തീരും. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിക്കേ. ഓക്കെ.